ഞാൻ ഈ പ്രഭാതത്തിൽ നിൽക്കുന്നത് ഒരു പ്രത്യേക സ്ഥലത്താണ്. സാധാരണ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക് കടക്കുമ്പോൾ ഷൂ ഇടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അത് ഞാൻ ഊരിക്കളയാണ്. എന്റെ കയ്യിൽ ഒരു ഫുട്ബോൾ ഉണ്ട്. എന്റെ പുറകിൽ ഇന്ത്യയിലെ ഈ ഫുട്ബോളിന്റെ രാജാവ് അദ്ദേഹം IM വിജയനും ചേരുകയാണ്. ഈ പ്രഭാതത്തിൽ നമ്മോടൊപ്പം അദ്ദേഹം വന്നത് അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു സ്റ്റേഡിയം അത് ഉദ്ഘാടനത്തിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആദ്യം തന്നെ ഈ ഫുട്ബോൾ അങ്ങേക്ക് കൈമാറുന്നു. ഇതാണ് അങ്ങയെ ഈ ലോകത്തിന്റെ നിറകിലെത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇപ്പോൾ ഫുട്ബോളാണ്. താങ്കളുടെ പേരിൽ ഇപ്പോൾ തൃശ്ശൂർ വലിയൊരു നന്ദി സൂചകമായി ഈ രാജ്യത്തിന് അങ്ങ് നൽകിയ ആ സംഭാവനയ്ക്ക് നന്ദി സൂചകമായിട്ട് ഒരു സ്റ്റേഡിയം എന്തു തോന്നുന്നു? ഇല്ല, ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ജീവിച്ചിരിക്കുന്ന ആളുടെ പേരിൽ സ്റ്റേഡിയം വരാന്ന് പറഞ്ഞ വലിയൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ലാലൂര് എന്ന് പറഞ്ഞാൽ ഞാൻ തൊട്ടപ്പുറത്തെ കസിൻസ് വീടൊക്കെയാണ്. അപ്പൊ ഞങ്ങള് ഓണ സീസണിലൊക്കെ ഇവിടേക്കാണ് ആദ്യം വരുന്നത്. പിന്നെ ഇവിടെ പോലീസ് ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അച്ഛനെ മരിച്ചിട്ട് അച്ഛനെ കുറിച്ചിട്ട് ഇവിടെയാണ്, അന്ന് സംസ്കരിച്ച ഇവിടെയാണ്. അപ്പൊ ലാലൂരായിട്ട് നല്ല ബന്ധമാണ്. പറഞ്ഞത് ആരും കൂടെ അടുക്കുണ്ടായിരുന്നില്ല. കാരണം അത്ര മാലിന്യങ്ങൾ കൊണ്ടിട്ട് അന്ന് ജോസഫ് സാറ് ഞാൻ കേരള പോലീസിൽ 86 പോയപ്പോ ജോസഫ് സാറ് കാര്യം പറഞ്ഞു. ഇങ്ങനെ കളിച്ചു വന്നപ്പോ പറഞ്ഞു, ഇങ്ങനെ പേപ്പറിലൊക്കെ പറഞ്ഞു, എനിക്ക് ജോസഫ് സാർ DGP കുപ്പയിലെ മാണിക്കത്തിന് എടുത്താന്ന് പറഞ്ഞാണ്. കുപ്പയിലുണ്ടായിരുന്നാണ് ആ മാണിക്കാന്ന് പറഞ്ഞ ജനിച്ചെന്ന് പറഞ്ഞു. പക്ഷെ കുപ്പയില് കിടക്കുന്ന സ്റ്റേഡിയത്തിനെ ഒരു മാണിക്കാക്കിയാണ് എന്റെ പേരിലുള്ള ഈ സ്റ്റേഡിയം. രണ്ടിനും വലിയ സമാനതകളുണ്ട്. ദാരിദ്ര്യത്തിൽ നിന്ന് കയറി വന്ന് ഇതിന്റെ ഉന്നതിയിലെത്തി. അതുപോലെ തന്നെ ഈ നാട് നമുക്കറിയാം. നമ്മൾ എത്രയോ സമരങ്ങൾക്ക് വേദിയായിട്ടുള്ള സ്ഥലമാണ് ഈ ലാലൂർ എന്ന് പറയുന്നത്. തൃശ്ശൂർ നഗരത്തിന്റെ ഒരു കുപ്പത്തൊട്ടിയായിരുന്നു. അവിടെ അതേ പേരിൽ ഏറ്റവും ഗംഭീരമായ ഒരു സ്റ്റേഡിയം തയ്യാറായിരിക്കുന്നു. ഇതിന് ആരോടൊക്കെയാണ് അങ്ങേക്ക് നന്ദിയുള്ളത്? തീർച്ചയായിട്ടും അതിന് തന്നെ ഭയങ്കര നന്ദിയുള്ളത് ഒന്ന് രാജേഷനും സ്പീക്കറിന് രാജേഷനും നമ്മുടെ സുനിൽകുമാർ സുനേട്ടനോട് മന്ത്രി VS സുനിൽകുമാർ കൃഷി മന്ത്രിയാണ്. അവരാ രണ്ടുപേരാണ് എന്റെ പേര് നോമിനേറ്റ് ചെയ്തത്. അവിടെ നോമിനേറ്റ് ഈ പേര് തന്നെ വേണം, IM വിജയൻ എന്നുള്ള പേര് വേണം, ഈ സ്റ്റേഡിയത്തിന് ഈ സ്പോർട്സ് കോംപ്ലക്സിന് ഈ പേര് തന്നെ വേണം എന്ന് പറഞ്ഞപ്പോൾ അതെന്നെ വിളിച്ചു പറയുകയും ചെയ്തു. അതെന്നെ ഭയങ്കര സന്തോഷമായി കേട്ടപ്പോ, അയ്യോ ചേട്ടാ എന്റെ പേരിലാവോ? തീർച്ചയായിട്ടും ആവും എന്ന് പറഞ്ഞു. അതന്നെ അവരാണ് ഈ റെഡിക്കും ഈ സ്റ്റേഡിയം കൂടെ എത്തിച്ചത്. അല്ലപ്പോ അവര് വേണ്ടാന്ന് പറഞ്ഞ് നോക്കി കുറെ എതിർപ്പുകളുണ്ടായിരുന്നു. അതിനൊക്കെ തരണം ചെയ്ത് വന്നിട്ടുള്ളതാണ്. പക്ഷെ 3-ാം തീയതി നമ്മൾ അതിനെ അടിച്ചു പൊളിക്കും. എന്തൊക്കെ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്? ഇപ്പൊ ഒരു ഗ്രൗണ്ട് ഉണ്ട്, ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്. മറ്റെന്തൊക്കെയാണ് ഇതിന്റെ ഭാഗമായിട്ട്? ഇല്ല, അവിടെ വലിയ ഇൻഡോർ സ്റ്റേഡിയം 10,000 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഇൻഡോർ സ്റ്റേഡിയം. ആ ഇൻഡോർ സ്റ്റേഡിയത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇവന്റും ഉണ്ട്. എല്ലാ ഇവന്റും തന്നെ ബാസ്കറ്റ് ബോൾ കളിക്കാം, വോളിബോൾ കളിക്കാം, ഷട്ടിൽ കളിക്കാം, ഹാൻഡ് ബോൾ കളിക്കാം. അങ്ങനത്തെ ഒരു 10,000 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്.